الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ റബ്ബേ, ഈ മുഅല്ലിമീങ്ങളും പ്രിയപ്പെട്ട ഉമറാക്കളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, കഠിനാധ്വാനം ചെയ്തിട്ടാണ് നിന്റെ ഹബീബിന്റെ ഈ മൗലിദ് സദസ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാണുന്നവനാണ്, ഞങ്ങളുടെ മനസ്സ് നീ അറിയുന്നവനാണ്. ഈ സംഘടിപ്പിച്ചതും യാത്ര ചെയ്തിങ്ങോട്ട് വന്നതും കഠിനാധ്വാനം ചെയ്തതും നീ ഉറക്കമൊഴിച്ചതും ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ നിന്റെ ഹബീബായ നബി ഞങ്ങളെ തിരിച്ചറിയുവാനുള്ള കാരണമായി ഈ കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിന് വേണ്ടി ഞങ്ങൾ ചിന്തിച്ചതും സഹായിച്ചതും സംസാരിച്ചതും പ്രബോധനം നടത്തിയതും പ്രചാരണം നടത്തിയതും നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി വലിയ ത്യാഗമൊന്നും സഹിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു വലിയ ഖിദ്മത്തായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും പലരുടെയും ഖബറിനുള്ളിലുണ്ട് റബ്ബേ. അവരുടെ ഖബറിലേക്ക് ഈ സദസ്സിന്റെ തവാബുകളെ എത്തിക്കണേ റഹ്മാനേ. പടച്ച റബ്ബേ, മക്കളായ ഞങ്ങൾ ഈ കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഖബറിന്റെ ഉള്ളിൽ അവർക്ക് വെളിച്ചമാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത മക്കളിൽ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനേ. പടച്ച റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ദൂരേക്ക് ജോലി തേടി വരുമ്പോ ഞങ്ങൾക്ക് പലപ്പോഴും അത് നിർവഹിക്കാൻ കഴിയാറില്ല. പടച്ച റബ്ബേ, അവരുടെ മനസ്സിലേക്കും അത് പ്രയാസമായി തോന്നിക്കല്ല റബ്ബേ. അതിലൂടെ അവരുടെ ശാപമോ മനപ്രയാസമോ ഉണ്ടാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം ഉണ്ടാകാറുണ്ട്. അല്ലാഹുവേ, അതിനൊക്കെ പരിഹാരങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകുന്ന സ്നേഹത്തിലൂടെയും സഹായത്തിലൂടെയും നീ നൽകണേ തമ്പുരാനേ. ജീവിച്ചിരിക്കുന്ന ഉമ്മബാപ്പമാർക്ക് ദീർഘായുസ്സനം കൊടുക്കുക അല്ലാഹ്, ആരോഗ്യം നൽകുക അല്ലാഹ്, സമാധാനം നൽകുക റബ്ബേ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്, അവരുടെ ഇഷ്ടം ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള മനസ്സും അതിനുള്ള സ്നേഹവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അല്ലാഹുവേ, അതിന് പകരമായിട്ട് അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകൾക്ക് സമാധാനം കൊടുക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. അവർ ക്ഷമിക്കുന്നതിന് പകരം അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അവർ ഞങ്ങൾക്ക് വേണ്ടി പരിപാലിക്കുന്നവരാണ്. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അവർ ഈ കാലങ്ങൾക്കപ്പുറത്തിരുന്ന് പറയുന്ന കാര്യങ്ങളും അവർ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അവർ പോറ്റുന്നവരാണ്. അല്ലാഹുവേ, നീ അവർക്ക് സഹായം നൽകണേ അല്ലാഹ്, അവർക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. അവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ, അവരുടെ മനസ്സിന് നീ കരുത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് ഞങ്ങളുടെ മക്കളെ നന്നാക്കാനും ഞങ്ങളുടെ മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്യാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരു കുറവും അറിയാത്ത രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തെ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റഹ്മാനേ. നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്, ദീനുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉപ്പ ദൂരെയാണ്, ഉപ്പ കാണാകാട്ടിലാണ്, ഉപ്പ കടലിന്റെ അപ്പുറത്താണ്, എനിക്ക് പേടിക്കാൻ ആരുമില്ല, എനിക്ക് ഭയപ്പെടാൻ ആരുമില്ല. ഇങ്ങനെ ഒരു തോന്നലൊന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനാണ് ഈ മണ്ണിൽ വന്നിരിക്കുന്നത്. ആ ഒരു ബോധം ഞങ്ങളുടെ മക്കൾക്ക് നൽകി റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്, ഇൽമുള്ള മക്കളാക്കണേ അല്ലാഹ്, അഭിമാനമുള്ള മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ തമ്പുരാനേ, ഞങ്ങളെ ഏറ്റെടുക്കുന്ന മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ കാണാൻ കൊതിക്കുന്ന മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ പ്രായമാകുമ്പോ ഞങ്ങളുടെ ശരീരം ശോഷിക്കുമ്പോ ഞങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രാപ്തിയിലേക്ക്
ഞങ്ങളുടെ മക്കളെ നീ എത്തിക്കണേ അല്ലാ. അതിനുള്ള വഴി ഞങ്ങളുടെ മക്കൾക്ക് നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, കാലത്തെ ആക്ഷേപിക്കാൻ ഞങ്ങളാരും ഒരുക്കമല്ല. എന്നാലും സാഹചര്യങ്ങൾ പലതും ഞങ്ങളെ പ്രയാസപ്പെടുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തെയോ മക്കളെയോ കാലവിപത്തുകളോ പ്രയാസങ്ങളോ നീ എത്തിക്കല്ല റഹ്മാനേ. യാ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സിന് സമ്മർദ്ദങ്ങൾ നൽകല്ല റബ്ബേ. താങ്ങാനാവാത്ത വേവലാതി നൽകല്ല നാഥ. താങ്ങാനാവാത്ത സങ്കടങ്ങൾ നൽകല്ല റബ്ബേ. ഇനി എന്ത് ഹമ്മ നൽകിയാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഈമാനിന്റെ കരുത്ത്, സ്വബറിന്റെ കരുത്ത് ഞങ്ങൾക്ക് നൽകണേ യാ അല്ലാഹ്, നൽകണേ യാ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ മരണപ്പെട്ടു പോയി. നീ അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനേ. സമസ്തയാകുന്ന പ്രസ്ഥാനത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതൃത്വത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സയ്യിദുൽ ഉലമക്ക് ദീർഘായുസ്സനെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതൃത്വത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, നാടിന്റെ നാനാഭാഗങ്ങളിലും ജോലി തിരക്കുകൾക്കിടയിൽ, കച്ചവടങ്ങൾക്കിടയിൽ നിന്റെ ദീനിന്റെ ഖിദ്മത്തിന്റെ ഭാഗമായി സംഘടനയ്ക്ക് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി, SKSF-ന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് റബ്ബേ. ആവശ്യത്തിന്റെ തള്ളിൽ മഹാന്മാരോടൊപ്പം ഞങ്ങളെ കൂട്ടണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. റബ്ബേ, എന്തിനു വേണ്ടി ഇത് പ്രവർത്തിച്ചതിന്റെ ഫലം സന്തോഷത്തോടെ മഹ്ശറിൽ വെച്ച് അനുഭവിക്കാൻ, സ്വർഗ്ഗത്തിൽ വെച്ച് അനുഭവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാട്ടിൽ നിന്ന് എത്രയോ അപ്പുറത്ത് വന്നിട്ടും ഈ മുഅല്ലിമീൻ മഅ്ദിന് വേണ്ടി സമർപ്പിച്ചവരാണ്. എത്ര ദിവസമായി റബ്ബേ അവരിങ്ങനെ കൂടുന്നു, എത്രയോ രാത്രികളിൽ അവർ ഓട്ടമൊഴിക്കുന്നു, എത്രയോ ആലോചനകൾ അവർ നടത്തുന്നു, ഈ ഭക്ഷണം അവർ ക്രമീകരിക്കുന്നു, ഈ ഹാളിന് വേണ്ടി അവർ തയ്യാറാകുന്നു. റബ്ബേ, ഞങ്ങളാരും സമ്പന്നരല്ല, ഞങ്ങൾക്ക് സമ്പത്ത് താ അല്ലാഹ്, ഞങ്ങൾക്ക് വസ്ത്രം താ അല്ലാഹ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് താ അല്ലാഹ്. കുടുംബത്തിനും നാടിനും ദീനിനും പാവപ്പെട്ടവർക്കും ഒക്കെ നല്ല അനാവശ്യമായത് ഞങ്ങളുടെ കൈകളിലൂടെ താ അല്ലാഹ്. ഒരാൾക്കും ഞങ്ങളെ വഞ്ചിക്കാനോ ചതിക്കാനോ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ് ഞങ്ങളുടെ പണം കൊണ്ടുപോകുവാനോ ഉള്ള അവസ്ഥയൊന്നും ഒരു ചതിയനും നീ കൊടുക്കല്ല റബ്ബേ. ചതികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നീ ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സഹായം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പണമുണ്ട് റബ്ബേ, അതൊക്കെ വേഗത്തിൽ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൈകളിലേക്ക് ആ പണം എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയതിന്റെ ഭരണാധികാരിക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ജഅൽ ഖബ്റഹു റൗളതൻ മിൻ റിയാദിൽ ജന്ന. സുൽത്താൻ ഖാബൂസിന് നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനേ. ജീവിച്ചിരിക്കുന്ന ഈ നാടിനെ ഭരിക്കുന്ന ഭരണാധികാരി അല്ലാഹുമ്മ അഇസ്സ ഹാദൽ ബലദ്, അല്ലാഹുമ്മ അഇസ്സ ഹാദൽ ബലദ്, അല്ലാഹുമ്മ അഇസ്സ ഹാദൽ ബലദ്, അല്ലാഹുമ്മ ജഅൽ ബിലാദനാ മുത്മഇന്നീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഈ നാട്ടിലെ ഭരണാധികാരിക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഈ മണ്ണിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ, ഞങ്ങളുടെ നാട്ടിലും ബറക്കത്ത് ചെയ്യണേ തമ്പുരാനേ. അല്ലാഹുവേ, പടച്ചവനെ, ഗസയിലെ മുസ്ലിങ്ങൾക്ക് മോചനം നൽകണേ നാഥാ. ഗസയിലുള്ള പാവങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ഫലസ്തീനെ സ്വതന്ത്രമാക്കണേ റബ്ബേ. ഖുദ്സിനെ മോചിപ്പിക്കണേ അല്ലാഹ്. ആ ഇസ്രായേലുകാരെ നശിപ്പിക്കണേ അല്ലാഹ്. അബാബീൽ പക്ഷികളെ വിട്ടിട്ട് അബദ്ധത്തിന്റെ പട്ടാളത്ത് നശിപ്പിച്ച റബ്ബേ, ഈ നാടിന്റെ ദീനിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ നാട്ടിലെ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് 100-ാം വാർഷികത്തിന്റെ പ്രചാരണത്തിന് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ മുമ്പിൽ ഈ അർദ്ധരാത്രി കഴിഞ്ഞ് പാവങ്ങൾ കൈനീട്ടുന്നു. ഞങ്ങൾ ഇതിനു വേണ്ടി ഓടി നടന്നവരാണ്. ഉൾപ്പെടെയുള്ളവർ സലാലയിൽ നിന്ന് യാത്ര ചെയ്ത് പല ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. ഇതോടെ സ്വീകരിക്കുക അല്ലാഹ്, നീ കബൂലാക്കുക അല്ലാഹ്. അല്ലാഹുവേ, നാളെ മഹ്ശറിൽ ഞങ്ങൾക്ക് ഗുണം നൽകുന്ന സൽക്കർമ്മങ്ങളാക്കുക റബ്ബേ. പടച്ച തമ്പുരാനെ, ഞങ്ങളൊക്കെ മരിക്കുന്നവരാണ്, ലോകത്തോട് വിട പറയുമെന്ന് ഉറപ്പുള്ളവരാണ്. പടച്ചവനെ, അതെവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്? നേരത്തെ ഇവിടെ പറഞ്ഞവല്ലോ ഉസ്താദുമാരുടെ മരണത്തെ കുറിച്ച്, പ്രിയപ്പെട്ടവരുടെ മരണത്തെ കുറിച്ച്. അല്ലാഹുവേ, നിന്റെ തീരുമാനം നീ നടപ്പിലാക്കുമ്പോ അല്ലാഹുവേ, അതെവിടെ വെച്ചായാലും എങ്ങനെയായാലും ഞങ്ങളൊക്കെ ചെയ്ത ഈ കൊച്ചു ഹിദ്മത്തുകളുടെ അടയാളം നീ
ദീനിനു വേണ്ടി പറഞ്ഞതും കേട്ടതുമായ ഈ കാര്യങ്ങളുടെ അടയാളം യാ അല്ലാഹ് അവസാന നിമിഷം കലിമ ചൊല്ലാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ യാ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കുറേ പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവരാരോ, ചെവിയിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരാരോ, നീ പറയുന്നവരാരോ, ആ മുറാദുകളൊക്കെ അറിയുന്ന റബ്ബേ നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل على